മലയാളം മിനി സ്ക്രീൻ പ്രേക്ഷകർ എല്ലാവരും തന്നെ ഒരേപോലെ സ്വീകരിച്ച ഒരു പരമ്പരയാണ് ഹാസ്യ പരമ്പരയായ ഉപ്പും മുളകും. കഴിഞ്ഞ 10 വർഷത്തിനിടെ മലയാളികൾ അങ്ങനെ ഒരുപാട് സീരിയലുകളൊന്നും തന്നെ എടുത്ത് തലയിൽ വെക്കാറില്ല. അങ്ങനെ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട് ആസ്വദിച്ച പരമ്പരയാണ് ഹാസ്യ പരമ്പരയായ ഉപ്പും മുളകും. ഫ്ലവേഴ്സ് ചാനലിൽ സംരക്ഷണം ചെയ്യുന്ന ഉപ്പും മുളകും എന്ന സിറ്റ്കോം പരിപാടിക്ക് ഒരുപാട് ആരാധക വൃന്ദം ഉണ്ടായിരുന്നു. ഈ ഉപ്പും മുളകും എന്ന ഹാസ്യ പരമ്പരയുടെ നട്ടെല്ല് ഇതിലെ അഭിനേതാക്കൾ തന്നെയാണ്. പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിച്ച താരങ്ങൾ തന്നെയായിരുന്നു ഇതിലെ ഓരോ കഥാപാത്രങ്ങളും. അതിലെ പ്രധാനപ്പെട്ട താരം തന്നെയാണ് നീലു എന്ന കഥാപാത്രത്തെ അവിസ്മരണയിപ്പിച്ച് മുന്നോട്ട് പോയ നിഷ സാരംഗ്. ഉപ്പുമുളകിലേക്ക് വരുന്നതിന് മുൻപ് ഒരുപാട് സിനിമകളിലും സീരിയലുകളിലെല്ലാം തന്നെ അവസരം ലഭിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടി താരത്തിന് പ്രശംസ നേടിക്കൊടുത്തത് ഉപ്പുമുളകും എന്ന ഹാസ്യ പരമ്പര തന്നെയാണ്. കഴിഞ്ഞ 6-7 മാസങ്ങളായി ഉപ്പുമുളകിലെ അണിയറ പ്രവർത്തകരുമായി വന്ന പ്രശ്നങ്ങൾ കാരണം ഇപ്പോൾ ഉപ്പുമുളകിൽ നിന്നും മാറി നിൽക്കുകയാണ് നിഷ സാരംഗ്. അതിനുശേഷം താരത്തിന് മാനസികമായും ശാരീരികമായും ഒരുപാട് പ്രശ്നങ്ങൾ വന്നു എന്ന് സോഷ്യൽ മീഡിയ വഴി ഒരുപാട് വാർത്തകളും വന്നിട്ടുണ്ടായിരുന്നു. നിഷയുടെ ഭർത്താവായി അഭിനയിച്ച ബിജു സോപാനും ഇപ്പോൾ ഈ പരമ്പരയിൽ നിന്നും മാറി നിൽക്കുകയാണ്. ഇപ്പോഴിതാ താരത്തെ അനുഭവിക്കുന്ന കാര്യങ്ങളെല്ലാം പറ്റി തുറന്ന് സംസാരിച്ചു വന്നിരിക്കുകയാണ് നിഷ സാരംഗ് രംഗത്ത്. അവിടെ നിന്ന് വന്ന ശേഷം താൻ മാനസികമായി ഒരുപാട് അനുഭവിച്ചു എന്നും കൗൺസിലിലൂടെയാണ് അതെല്ലാം തന്നെ മാറ്റാൻ സാധിച്ചത് എന്നുമാണ് നിഷ സാരംഗ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് ചാനലിലൂടെ പുറത്തു വന്ന ഒരു വാർത്ത ഞാൻ കേട്ടു. ഇവർക്ക് വല്ല പാത്രം കഴുകിയോ തുണി അലയ്ക്കുകയോ ജീവിച്ചാൽ പോരെ, എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട്. ഒരു വഴി അടഞ്ഞാൽ മറ്റൊരു വഴി തുറക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല യൂട്യൂബർമാരും ഇങ്ങനെ പറയുമ്പോൾ ചിരിയാണ് എനിക്ക് വരുന്നത്. ഉപ്പുമുളകിൽ നിന്നും ഇറങ്ങിയ ശേഷം 1 മാസം താൻ ആശുപത്രിയിലും മറ്റു മാസങ്ങളിൽ താൻ അതിനെ തുടർന്നുള്ള ചികിത്സയിലുമായിരുന്നു. എനിക്ക് വലിയ രൂപത്തിലുള്ള ബെഡ് റെസ്റ്റ് വേണമായിരുന്നു. എനിക്ക് പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാൻ മാത്രമേ പറ്റിയിരുന്നുള്ളൂ. ഒരുപാട് ഞാൻ ശാരീരികമായും മാനസികമായും ബുദ്ധിമുട്ടി. ഒരുപാട് മാസത്തോളം ഞാൻ കൗൺസിലിംഗിലായിരുന്നു. പിന്നീട് ഒരുപാട് സിനിമകളും ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞാൻ മാനസികമായി ശരിയായിട്ടല്ല ഇറങ്ങിയത്. ഉപ്പുമുളകും തുടങ്ങുന്നത് വരെ താൻ വീട്ടുകാരുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. താൻ അങ്ങോട്ടും അവർ ഇങ്ങോട്ടും എന്നെ വിളിക്കാറുമുണ്ടായിരുന്നില്ല. എന്നാൽ ഉപ്പുമുളകും തുടങ്ങിയ ശേഷമാണ് താൻ വീട്ടുകാരുമായി സംസാരിക്കാൻ തുടങ്ങിയത് എന്നും നിഷ സാരംഗ് പറയുന്നു. കുട്ടികളും ലൊക്കേഷനിലേക്ക് വരും, അവരുടെ ഫാമിലിയും ഞങ്ങളുടെ വീട്ടിലേക്ക് വരാറുണ്ട്. അങ്ങനെ എല്ലാവരും ഒരു നല്ലൊരു കുടുംബം പോലെ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഉപ്പുമുളകിൽ ഒരിക്കൽ തനിക്ക് വീട് പണി നടക്കുന്ന സമയത്ത് താൻ നിരന്തരം യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സിറ്റിൽ നിന്നും മറ്റൊരു സിറ്റിലേക്കുള്ള യാത്രയായിരുന്നു അത്. താൻ ശരീരത്തിനോ മനസ്സിനോ റെസ്റ്റ് കൊടുക്കാതെ തന്നെയായിരുന്നു താൻ ആ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തത്. ഒരു സമയമായപ്പോൾ കുടുംബക്കാരെയും ജോലിക്കാരെയും എല്ലാം തന്നെ രണ്ടും രണ്ടായി കാണണമെന്ന് മനസ്സിലാക്കി. അന്നെല്ലാം കൂടുതലും ഷൂട്ട് തിരുവനന്തപുരത്തായിരുന്നു. അന്നെല്ലാം തന്നെ എനിക്ക് നല്ല ആരോഗ്യമുള്ള സമയം കൂടിയായിരുന്നു. ഇന്ന് ഞാൻ പിടിച്ചവിടെ എന്റെ മനസ്സ് നിൽക്കുന്നില്ല. വേറെ എന്തെങ്കിലും ജോലി ചെയ്താലോ ബിസിനസ് ചെയ്താലോ എന്നെല്ലാമാണ് താനിപ്പോൾ ആലോചിക്കുന്നത് എന്നും പണ്ട് താനും ഈ ഇവന്റ് മാനേജ്മെന്റ് എല്ലാം ചെയ്തിട്ടുണ്ട്, അത് പിന്നെയും ചെയ്താലോ എന്നെല്ലാം തന്നെ ആലോചിക്കുന്നുണ്ട് എന്നും നിഷ സാരംഗ് പറയുന്നു. നിങ്ങൾക്ക് ഉപ്പുമുളകിൽ നീലുവിനെ പറ്റി എന്താണ് അഭിപ്രായമെന്ന് വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും ഉടനെ അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ്.